ആദ്യമായി സ്വാഗതം പറയാനായിട്ട് ജോസ്മിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. സൺഡേ സ്കൂൾ യുടെ വാർഷിക മീറ്റിംഗ് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ സഹായിച്ചു. എൻ്റെ അർപ്പിതമായിരുന്ന കടമ സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ്. വിശേഷാൽ ആദ്യമായി ഈ മീറ്റിങ്ങുകൾ അധ്യക്ഷത വഹിക്കുന്ന ലാലിഷാലും വിശേഷാൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സി എ മെമ്പേഴ്സിന് എല്ലാവർക്കും ഈ ആനുവൽ ഡേയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം അർപ്പിക്കുന്നു. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ അവരെയും ഈ ആനുവൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും ഈ പ്രോഗ്രാമിലേക്ക് ആർദ്രമായ സ്വാഗതം അർപ്പിക്കുന്നു. വിശേഷാൽ നമ്മുടെ ദേവദാസനും കുടുംബത്തിനും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതന്നി അത്യുന്നതന്നി അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടെ വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടെ വ്യാപരിച്ചല്ലോ. ഉന്നതന്നി അത്യുന്നതന്നി അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതന്നി അത്യുന്നതന്നി അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. വാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വാക്യം അതിൻ്റെ റെഫറൻസ് പറയുക. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. എബ്രായർ 11:1. താങ്ക് യു. ഞാൻ വിളിക്കണോ? ഓക്കെ. റാഫേൽ 67-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് എത്രാമത്തെ വാക്യമാണ്? 67-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് എത്രാമത്തെ വാക്യമാണ്? അറിയത്തില്ല. ബൈബിളിൻ്റെ ഏറ്റവും വലിയ പേരേത്?
ബൈബിളിലെ മധ്യവാക്യം ഏത്? സങ്കീർത്തനം 118:8. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയതാര്? പൗലോസ്. അടുത്ത പെട്ടെന്ന് വിളിക്കേ. അപ്പോസ്തല പ്രവൃത്തിയിൽ എത്ര വാക്യങ്ങൾ എത്ര അധ്യായങ്ങളുണ്ട്? 28 അധ്യായങ്ങളും വാക്യങ്ങൾ എത്രയാണെന്ന് അറിയത്തില്ല. 1005. CA ഒരു സംഭാവന 100. വിശ്വാസികൾ പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുക. ആരെങ്കിലും ഒരു വിഷയം പറ. സ്നേഹമേറെ സ്വർഗപിതാവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സിയുടെ മീറ്റിങ്ങിൻ്റെ ആഭിമുഖ്യത്തെ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ സ്തുതിപ്പാനും ഒക്കെ ദൈവയുടെ ആക്കി കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവയുടെ ആക്കിയനായി സ്തോത്രം. ഈ 2024 അവസാന നിമിഷത്തിൽ കർത്താവിനെ സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവയുടെ ആക്കിയ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് ഈ വിഷയം ദൈവസന്നിധി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ പണിയെക്കുറിച്ച് കർത്താവെ ദൈവകരത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും അതിൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവം പ്രവർത്തിക്കണം. ഓരോ ആവശ്യങ്ങളുടെ മധ്യം കർത്താവ് തക്ക സമയത്ത് വലിയ ചെയ്ത് അതെല്ലാം ഭംഗിയായി ചെയ്തെടുപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കണം. കർത്താവെ അതിന് വേണ്ടുന്ന നന്മയെല്ലാം കർത്താവ് ഒരുക്കി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തിൻ്റെ പ്രവൃത്തിയോടൊന്ന് കാണുവാൻ ദൈവം സഹായിക്കണേ. ദേശത്തിന് നടുവേ ഞങ്ങളുടെ ആലയം വളരെ ഭംഗിയായി തീരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഹല്ലേലൂയ ദൈവമേ ദൈവം കർത്താവ് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണം. കർത്താവിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണം. എല്ലാം ദൈവകരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി പ്രാർത്ഥനയിട്ട് തോന്നുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത സ്പെഷ്യൽ പ്രോഗ്രാം സിസ്റ്റർ സെൽവ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ഞാൻ സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് പറയുന്നത് ആത്മീയ പാചകം എന്നതിനെക്കുറിച്ചാണ്. മന്ന ഫ്രൂട്ട് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പാചകം ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ: പഴങ്ങൾ ഗലാത്യർ 5:22-23, പാല് 1 പത്രോസ് 2:2 1 ലിറ്റർ, തേൻ സങ്കീർത്തനം 19:10 ആവശ്യാനുസരണം, പ്രത്യാശ ആവശ്യം പോലെ, പ്രാർത്ഥന അളവ് കൂടുന്തോറും രുചിയേറുന്നു, വിശുദ്ധി കേടാകാതിരിക്കുവാൻ പാകത്തിന്, മന്ന 1 പിടി അലങ്കാരത്തിന്. പാചകം ചെയ്യുന്ന വിധം: വിശ്വാസം എന്ന പാത്രത്തിൽ മായമില്ലാത്ത പാലൊഴിച്ച് സ്നേഹമാകുന്ന അടുപ്പിൽ വെച്ച് പരിശുദ്ധാത്മാവാകുന്ന തീ കൊണ്ട് തിളപ്പിക്കണം. പാൽ വെട്ടിത്തിളിച്ചു 2 മിനിറ്റ് കഴിഞ്ഞ് 9 തരത്തിലുള്ള പഴങ്ങൾ കുറേശ്ശെയിട്ട് പ്രവൃത്തിയാകുന്ന തവി കൊണ്ട് നന്നായി ഇളക്കുക. ശ്രദ്ധിക്കുക, പഴങ്ങളിൽ ഒന്നുപോലും മറന്നു പോകരുത്. പാവം അടുക്കി പിടിച്ച് കട്ടിയായി പോകാതിരിക്കാൻ തേൻ ആവശ്യാനുസരണം ചേർത്ത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഴങ്ങൾ പാകമായി അതിൻ്റെ ചാറ് കുറുകുമ്പോൾ പാകത്തിന് പ്രത്യാശ ചേർത്ത് നന്നായി ഇളക്കി അടുപ്പിൽ നിന്നും വാങ്ങി വിശുദ്ധി ചേർത്ത് തണുക്കുവാൻ വെക്കുക. നന്മയാകുന്ന അടപ്പുപാത്രം കൊണ്ട് നന്നായി അടച്ച് ജീവിതമാകുന്ന ഫ്രീസറിൽ വെക്കുക. മന്ന ഫ്രൂട്ട് കേക്ക് റെഡിയായി കഴിഞ്ഞു. തണുത്തയുടൻ വചനമാകുന്ന കത്തി കൊണ്ട് ഭംഗിയായി മുറിച്ച് ജീവ അപ്പത്തോടൊപ്പം കുടുംബസമേതം കഴിക്കുക. അടുത്തുള്ളവർക്കും കൂടെ കൊടുക്കുക. ഇത് ദിവസം തോറും കഴിച്ചാൽ ആത്മീകമായി നല്ല ഉന്മേഷവും ഉത്സാഹവും ഉയർച്ചയും വർദ്ധിക്കുന്നതാണ്. കുറിപ്പ്: നല്ല മണം കിട്ടുവാൻ ഗിലെയാദിലെ സുഗന്ധ തൈലം 2 സ്പൂൺ ചേർക്കുക. ഇത് കഴിക്കുന്നവർ ആജീവനാന്തം കഴിക്കണം. ഇതിനാവശ്യമായ സാധനങ്ങൾ കർത്താവായ യേശുക്രിസ്തു എന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നും ധാരാളമായി ലഭിക്കുന്നതാണ്. താങ്ക് യു. അടുത്തതായി മനോഹരമായ ഒരു പാട്ട് പാടുന്നതിന് തോമസ് ചാനെ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ ഉള്ളം തുളുമ്പിപ്പോയി, പുതിയൊരു ശക്തി എന്നിലേക്കെന്നാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി. പുതിയൊരു ശക്തി
എന്നിലേക്കെന്നാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി. ആത്മനദി എൻ്റെ മുട്ടോളമെത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചപ്പോൾ. ആത്മനദി എൻ്റെ മുട്ടോളമെത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചപ്പോൾ. അത്യന്ത ശക്തിയാലൻ മൺകൂടാരമങ്ങും പന്തുപോലെ പൊങ്ങി തുടങ്ങി. അത്യന്ത ശക്തിയാലൻ മൺകൂടാരമങ്ങും പന്തുപോലെ പൊങ്ങി തുടങ്ങി. ആത്മനദി എൻ്റെ അരയോളമേത്തി ആരുമറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. ആത്മനദി എൻ്റെ അരയോളമേത്തി ആരുമറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. മനുഷ്യരോടല്ല എൻ ദൈവത്തോ തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ആത്മനദി എൻ്റെ ശിരസ്സോളമേത്തി എൻ പാദങ്ങൾ തറയിൽ ഉറയ്ക്കാതെയായി. ആത്മനദി എൻ്റെ ശിരസ്സോളമേത്തി എൻ പാദങ്ങൾ തറയിൽ ഉറയ്ക്കാതെയായി. എൻ ദേഹത്തിനോ തെല്ലും ഭാരമില്ലാതെ ആത്മനദിയിലങ്ങോ നീന്തി തുടങ്ങി. എൻ ദേഹത്തിനോ തെല്ലും ഭാരമില്ലാതെ ആത്മനദിയിൽ അങ്ങോ നീന്തി തുടങ്ങി. ആത്മനദി എന്നിലേക്കൊഴുക്കുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനദി എന്നിലെ കവനൊഴുക്കി. മനോഹരമായി പാടിയ തോമസ് ചാനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു ഗെയിമിന് വേണ്ടിയിട്ട് സിസ്റ്റർ ജിനു ഐസക്കിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, CA മെമ്പേഴ്സ്, ദേവദാസൻ, കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാനിവിടെ നടത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇത് പുതിയ നിയമമാണ്. പുതിയ നിയമത്തിൻ്റെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് തെറ്റായിട്ട് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പിരമിഡ് വെക്കത്തില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പിരമിഡ്, അങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കണേ. കുഞ്ഞുങ്ങൾക്ക് 10 ബാധകൾ ഉണ്ട്. അത് ആൽബിനും ഗോഡ്സിനും ജോഷും ചെയ്യും. ആദ്യമേ ആ ചേച്ചിമാർ ചെയ്യും, അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന 2 ടീം, ഒരു ടീമിൽ 2 പേര് വേണം. നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. 3 ഗ്രൂപ്പാണെങ്കിലും കുഴപ്പമില്ല. ഒരു ടീമിൽ 2 പേര്. ആരൊക്കെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യും. പിരമിഡായിട്ട് വെക്കണം കേട്ടോ. ഓർഡർ അയക്കണം. മത്തായി, മാർക്കോസ്, ലൂക്കോസ്. ഫാൻ ഓഫ് ചെയ്താൽ ഇതിലൂടെ മനസ്സിലാക്കാം നമുക്ക് പുതിയ നിയമം അറിയാമോ ഇല്ലയോ. അത് പെട്ടെന്ന് സമയം പോകുന്നു. പെട്ടെന്ന് ഗിഫ്റ്റ് നിങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനം കേട്ടോ. പെട്ടെന്ന് ഉണ്ട്, എല്ലാം ഉണ്ട്.
എല്ലാം ഉണ്ട്. 22 കാണും. പുതിയ നിയമം വരുന്നത് ഗെയിം തകൃതിയായിട്ട് വരുന്നുണ്ട്. എല്ലാവരും കൈയെടുത്ത് പാസ്സാക്കാണ്. അനക്കരുത് കേട്ടോ. സ്പീഡ് വെച്ചാൽ ഇത് താഴെ വീഴാതെ സൂക്ഷിക്കണം. അപ്പ് 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 അപ്പ്. റെഡി. താഴെ വീഴരുത്. അടിപൊളി. ഇനി മൊത്തം 3 മിനിറ്റ്. 3 മിനിറ്റിൽ ഗെയിം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മിനിറ്റ് അറിയാലോ. അപ്പം അടുത്തത് അര മിനിറ്റ് ഉള്ളു. രണ്ടേ മുക്കാൽ മിനിറ്റ്. അപ്പം ജോയ്സിക്കും ചിപ്പിക്കുമാണ് ഇതിനകത്ത് ഫസ്റ്റ് ഇട്ടിരിക്കുന്നത്. അടുത്തതായി സോങ് റെഫറൻസ് ഷാരൻ. മനോഹരമായി ഈ പ്രോഗ്രാം അവതരിപ്പിച്ച ജിനു ഐസക്കിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അധ്യക്ഷൻ എല്ലാ സി മെമ്പേഴ്സിനും മ്യൂസിക്സിനും ആദ്യ സ്നേഹാന്തരം. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 89, 90, 91. ചേച്ചി നിന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, നിന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ജോയ്സ് കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായാർ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായാർ. സങ്കീർത്തനം 86, 87, 88. റിയ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. മത്തായി 6, 7, 8. ചേച്ചി. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട്. സങ്കീർത്തനം 54, 55, 56. റിയ. അടുത്തത്
ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. 2 ശമൂവേൽ 7, 8, 9. പത്തൊമ്പതല്ല, ജോയ്സി. എന്നാ സിജോ ചാച്ചൻ. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. 1 കൊരിന്ത്യർ 1:2-3. ചിപ്പി ചിപ്പി. നിന്റെ പ്രാണനെ ശത്രു തൊടുകയില്ല, ജീവഭാണ്ഡത്തിൽ അതു ഭദ്രമത്രേ. 1 ശമൂവേൽ 23, 24, 25. ജോയ്സി. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അപ്പോസ്തലപ്രവൃത്തി 1:2-3. സിജോ ചാച്ചൻ. മനോഹരമായി പ്രോഗ്രാം അവതരിപ്പിച്ച ഷാരനെയും അത് പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ന്യൂസ് റീഡിംഗ് സിസ്റ്റർ വേണിത. പ്രൈസ് ദി ലോർഡ്. AG ചർച്ച് വെസ്റ്റ് കല്ലട ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് വേണിത ജോസ്. പ്രധാന വാർത്തകൾ. AG ചർച്ച് വെസ്റ്റ് കല്ലടയുടെ പുതിയ പാസ്റ്ററായി ദിനേശ് പത്തനാപുരം നിയമിതനായി. ചർച്ചിലേക്ക് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ചർച്ചിൻ്റെ മെയിൻ്റനൻസ് പണിയുടെ ആദ്യഘട്ടമായ റൂഫിംഗ് പണികൾ പൂർത്തീകരിച്ചു. പരസ്യയുഗ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടത്തിവരുന്നു. വെസ്റ്റ് കല്ലട AG ചർച്ചിന് അഭിമാനമായി CA സെക്ഷൻ ഡിസ്ട്രിക്ട് തലങ്ങളിൽ മിന്നും വിജയം. 2024 AG ചർച്ച് വെസ്റ്റ് കല്ലട 2 പുതിയ അതിഥികളെ കൂടി വരവേറ്റു. ദൈവിക കരസ്പർശത്തോടുകൂടി TG രാജു ട്രാൻസ്ഫറായി. ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് സുവിശേഷത്തിൻ്റെ ഭാഗമായി കരോൾ നടത്തുവാൻ ഇടയായി. പുതുവർഷാഘോഷത്തോടനുബന്ധിച്ച് CA സൺഡേ സ്കൂൾ വാർഷിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പ്രധാന വാർത്തകൾ വിശദമായി. അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൻ്റെ സഭാ ശുശ്രൂഷകരുടെ മാറ്റത്തോടനുബന്ധിച്ച് വെസ്റ്റ് കല്ലട AG സഭയുടെ സഭാ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ അച്ഛൻകുഞ്ഞ് കഞ്ഞനാംകുഴി AGയിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ആങ്ങാമ്പുഴി AGയിൽ നിന്ന് പാസ്റ്റർ ദിനേശ് പത്തനാപുരം AG ചർച്ച് വെസ്റ്റ് കല്ലടയുടെ സഭാ ശുശ്രൂഷകനായി നിയമിതനാവുകയും ചെയ്തു. സഹധർമ്മിണി കെസിയ ദിനേശ്, മക്കളായ റാഫേൽ, ഷാരോൺ എന്നിവരെയും സഭാംഗങ്ങൾ സന്തോഷപൂർവ്വം വരവേറ്റു. 19/5/2024 AG സഭയുടെ പ്രവർത്തനങ്ങൾക്കായി കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി പാസ്റ്റർ ദിനേശ് പത്തനാപുരം, സെക്രട്ടറി ബ്രദർ ജോസ് M, ട്രഷറർ ബ്രദർ ആന്റണി, കമ്മിറ്റി അംഗങ്ങളായി ബ്രദർ തോമസ്, ബ്രദർ ജോസ് എന്നിവരെയും സഭ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. ചർച്ച് ബിൽഡിങ്ങിന്റെ ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് സഭയുടെ അതിയായ ആഗ്രഹം നിവർത്തിക്കുന്നതിനായി പാസ്റ്റർ ദിനേശ് പത്തനാപുരത്തിന്റെ നേതൃത്വത്തിൽ മെയിൻ്റനൻസ് വർക്കുകൾ ആരംഭിച്ചു. 1-ാം ഘട്ട പണിയായ റൂഫിംഗ് പൂർത്തീകരിക്കുകയും 2-ാം ഘട്ട പണികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതിനായി ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിക്കുകയും ചെയ്തു. സഭയെ സ്നേഹിക്കുന്ന വിദേശത്തും സ്വദേശത്തുമുള്ളവരുടെ പ്രാർത്ഥനയും കൈത്താങ്ങും ലഭിച്ചതായി ദൈവിക നടത്തിപ്പിന്റെ സാക്ഷ്യവും ഈ സഭാ കമ്മിറ്റി അറിയിച്ചു. AG ചർച്ച് വെസ്റ്റ് കല്ലടയുടെ നേതൃത്വത്തിൽ പാസ്റ്റർ ദിനേശ് നയിക്കുന്ന ഇവാഞ്ചലിസം ടീം സഭയുടെ 5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ വരുന്ന മേഖലകളെ കേന്ദ്രീകരിച്ച് യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സത്യസുവിശേഷത്തെ സധൈര്യം പ്രസ്താവിച്ചുകൊണ്ട് ഇരുന്നു ദേശം മുഴുവൻ വ്യാപിക്കുന്നതിനായി ആസൂത്രണം ചെയ്തു വരുന്നതായും റിപ്പോർട്ടുകൾ ലഭിച്ചു. AG സെക്ഷൻ CA താലന്ത് പരിശോധനയിൽ അഭിമാനമായി. ഇംഗ്ലീഷ്, മലയാളം ലളിതഗാന മത്സരങ്ങളിൽ ജിനു ഐസക് 1-ാം സ്ഥാനം നേടി. വേർഡ്സ് റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ് ഇവയിൽ ടിജു രാജു 1-ാം സ്ഥാനവും പോയം റൈറ്റിംഗിൽ 2-ാം സ്ഥാനവും നേടി. പെൻസിൽ ഡ്രോയിങ്ങിൽ ജോസെമ്മും 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ടിനി രാജു വേർഡ്സ് റൈറ്റിംഗിൽ 2ും നേടി. മെഗാ ബൈബിൾ ക്വിസ് ഇനത്തിൽ കെസിയ ദിനേശും വേണിതയും സെക്ഷൻ താലന്ത്
പരിശോധനയിൽ നിന്നും അവിടുന്ന് ഡിസ്ട്രിക്ട് താലന്ത് വരെയും മത്സരിച്ചു. ഗ്രൂപ്പ് ഐറ്റങ്ങളിൽ വിത്തൗട്ട് ഇൻസ്ട്രുമെന്റ് ഇനത്തിന് 1ാം സ്ഥാനവും കരസ്ഥമാക്കി. ചർച്ച് അംഗങ്ങളായ ജോസം ആൻഡ് വേണിത ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞിനെ ദാനമായി നൽകി. 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇരട്ടി സന്തോഷം പകർന്നുകൊണ്ട് ആൻജോ സെൽവ ദമ്പതികൾക്കും ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചു. ഇങ്ങനെ AG ചർച്ച് വെസ്റ്റ് കല്ലടയ്ക്ക് 2 സാറാമാരെയാണ് അതിഥികളായി ലഭിച്ചത്. ബ്രദർ രാജു സൂസമ്മ ദമ്പതികളുടെ മൂത്തമകളായ AG ചർച്ച് വെസ്റ്റ് കല്ലടയുടെ സജീവാംഗവും മുൻ CA സെക്രട്ടറിയും സൺഡേ സ്കൂൾ അധ്യാപികയുമായിരുന്ന ടിജി രാജുവിന് തന്റെ പ്രവർത്തനങ്ങളെയും ദൈവസഭയുടെ പ്രാർത്ഥനയും മാനിച്ച് സർവശക്തനായ ദൈവം ബ്രദർ ആശിഷിന് തുണയായി സ്ഥാനക്കയറ്റത്തോടുകൂടി മുഖത്തല AGയിലേക്ക് ട്രാൻസ്ഫർ നൽകി. ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് സുവിശേഷത്തിന്റെ ഭാഗമായി ചർച്ച് പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് വീടുകൾ തോറും സുവിശേഷം അറിയിക്കുന്നതിനായി ചർച്ചിൽ നിന്നും കരോൾ ടീം 2 ദിവസം വളരെയധികം ഫലപ്രദമായി വിനിയോഗിച്ചു. കുട്ടികൾ ഉൾപ്പെടെ അടങ്ങുന്ന ടീമിന്റെ പ്രവർത്തനം അഭിനന്ദനമർഹിക്കുന്നതായിരുന്നു. പുതുവർഷ ആഘോഷങ്ങൾ വരവേൽക്കുന്നതോടൊപ്പം AG ചർച്ച് വെസ്റ്റ് കല്ലടയിൽ CA സൺഡേ സ്കൂൾ വാർഷികത്തിന് തുടക്കം കുറിച്ചു. അതിന്റെ തത്സമയ വിവരങ്ങൾക്കായി നമ്മുടെ പ്രതിനിധി സെൽവാൻജോ ലൈനിലുണ്ട്. നമുക്ക് സെൽവാൻജോയുമായി കണക്ട് ചെയ്യാം. ഹലോ സെൽവാൻജോ, കേൾക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വാർഷിക പരിപാടികൾ അനുബന്ധിച്ച് നടക്കുന്ന തത്സമയ വിവരങ്ങൾ? മൊത്തത്തിൽ അവിടെ ആഘോഷങ്ങൾ നടക്കുകയും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ സെൽവ, വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ഇതോടുകൂടി 2024 AG ചർച്ച് വെസ്റ്റ് കല്ലടയുടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചിരിക്കുന്നു. ഏവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗോഡ് ബ്ലെസ് യു.
ഇതിൽ കുറച്ച് ആൾക്കാരുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പേര് പാസ് സെലക്ട് ചെയ്യും. അദ്ദേഹം വന്നിട്ട് ഇതിനകത്തൊരു പേപ്പർ എടുക്കണം. എടുത്തിട്ട് എന്താണെന്ന് വായിച്ചിട്ട് പറയാൻ പാടില്ല, പറയാതെ ആ രംഗം അഭിനയിച്ച് കാണിക്കണം. അത് ഇവിടെ ഇരിക്കുന്നവരെ അതിന് മനസ്സിലാക്കണം. ഇത്രയേ ഉള്ളൂ. അത് ഇവിടെ ഇരിക്കുന്നത് ആൾക്കാർ അത് എന്താണെന്ന് മനസ്സിലാക്കി പറയണം. അഭിനയിച്ച് കാണിക്കണം. മോശം പറഞ്ഞു. അല്ല, ജോസ് പറഞ്ഞത് കടലല്ല. ആൻസറിന് ചെറിയൊരു പിഴവുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്ത് പറയണം. എന്തുവാ? അല്ല 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 മോശം പറയണം. കറക്റ്റ് പറഞ്ഞപ്പോ ജോയ്സി പെട്ടെന്ന് വാ, സമയം. ജോയ്സി നടന്നു വന്നിട്ട് ജോസ്, അടുത്തത് ജോസ്. ബാക്കി ആക്ഷൻ കാണിക്കാം, അപ്പൊ മനസ്സിലാവും. ആണ് കറക്റ്റാ. ആൻസർ കറക്റ്റായി. അവര് പറഞ്ഞു ആൻസർ കറക്റ്റായി. കൽഭരണിയിൽ വെള്ളം നിറച്ചു, അത്രേ ഉള്ളൂ. ആൻസർ കറക്റ്റായി. അടുത്ത
അടുത്ത കെസിയ. ഇഷ്ടപ്പെട്ടെടുത്തോ. കാണിച്ചോ. കറക്റ്റ്. ഒരെണ്ണം കൂടെ. ആരെ അറിയോ? എന്താ പോന്നെ അഭിനയോ മതി. ഇത് വലിയ എളുപ്പമുള്ള കാര്യം. അടുത്തറിയ. കറക്റ്റ്. ദാവീദ് ഗോലിയാത്തിന് കവിണയിൽ കല്ല് വെച്ചെറിയുന്നത്. നിരുപമ സ്നേഹമതിൽ പ്രഭയിൽ നിസ്വാർത്ഥ സ്നേഹമതിൽ പൂർണ്ണതയിൽ കണ്ടു ഞാനൊരിക്കൽ കാൽവരിയിൽ
മനോഹരമായ ഗ്രൂപ്പ് സോങ് നടത്തിയ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു സ്പീച്ചിന് വേണ്ടിയിട്ട് ജോസിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദത്തിലുമായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും വേഗം വരാമെന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആനുകാലിക നിമിഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിനുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെ ചുരുക്കമായ സമയമാണ്, അതുകൊണ്ട് എത്രമാത്രം ഇതിൻ്റെ കണ്ടന്റുകൾ പറഞ്ഞു നിർത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ല, എങ്കിലും വളരെ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച തൻ്റെ വായിൽ നിന്ന് താൻ നേരിട്ട് പകർന്നു നൽകിയ ദിവ്യമൊഴികളെ അനുസരിക്കുക എന്നത്. പലപ്പോഴും നാം മറന്നുപോകുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്നും കൂടിയാണ് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം വളരെ ലളിതമാണ്. കർത്താവ് ശാസ്ത്രിമാരെയും പരീശന്മാരെയും പോലെ വളരെ കടികട്ടി വാക്കുകൾ കൊണ്ടൊന്നും സംസാരിച്ചതല്ല. സാധാരണക്കാരുടെ ഇടയിലേക്ക് സാധാരണക്കാരുടെ ഭാഷയിൽ പോയി എല്ലാവർക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായ ശൈലിയിലാണ് കർത്താവായ യേശുക്രിസ്തു സകലതും പറഞ്ഞു വെച്ചത്. ഇന്ന് നമ്മുടെ അനുകാലിക സമ്പത്തിൽ യുദ്ധങ്ങളും യുദ്ധ ശ്രുതികളും നമ്മുടെ ചുറ്റുപാടുകളും ശത്രുതകളും പല്ലിന് പകരം പല്ലെന്നും കൈക്ക് പകരം കൈയെന്നും കണ്ണിന് പകരം കണ്ണെന്നും പറഞ്ഞുകൊണ്ട് എതിർക്കുവാനും മറ്റുള്ളവരെ നശിപ്പിക്കുവാനും വളരെ ശക്തമായി മനുഷ്യൻ മൃഗങ്ങളെക്കാൾ ക്രൂരമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്. എങ്ങനെ? നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കാതെ നിങ്ങളുടെ മിത്രങ്ങളെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾ ജാതികളെ പോലെ ആയി മാറുമെന്ന്. യേശുവിനെ പിൻപറ്റുന്നവർ സ്വയം ശോധന ചെയ്യണം. ഞാൻ യഥാർത്ഥമായി യേശുവിനെ പിൻപറ്റുന്നുണ്ടെന്നും. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രവൃത്തി മൂലമുള്ള വിശ്വാസമല്ല മനുഷ്യനെ നീതീകരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പ്രവൃത്തി മൂലം ചിലർ നീതീകരിക്കപ്പെട്ടു എന്നും പറയുന്നുണ്ട്. രണ്ടിലും രണ്ട് കാമ്പുണ്ട്. അത് വ്യക്തമായി പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ പറയാൻ കാരണം, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിനെ കണ്ടതിന് ശേഷം, യഥാർത്ഥമായി കർത്താവ് തന്നിൽ വന്നതിന് ശേഷം താൻ അറിയാതെ തന്നെ ഒരു രൂപാന്തരം അപ്പോസ്തലനായ പൗലോസിലുണ്ടായി. പിന്നെ താൻ പ്രവൃത്തിയിലൊന്നും ശ്രദ്ധിച്ചില്ല. തന്നിൽ ഉളവായ പ്രവൃത്തി കർത്താവിൽ നിന്നാണെന്നും ആ പ്രവൃത്തി മൂലം താൻ നീതീകരിക്കപ്പെട്ടിട്ടില്ലെന്നും കർത്താവിന്റെ കരുണയാണ് തന്നെ നീതീകരിച്ചതെന്ന സത്യം ആര് മനസ്സിലാക്കി? അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ പ്രവൃത്തി അധികം ഒന്നും ചെയ്തിട്ട് നീതീകരിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ വെള്ളപൂശ കല്ലറകളെ പോലും കിണ്ടിക്കിണ്ണങ്ങളുടെ പുറമോട് വെടിപ്പിച്ചിട്ട് അകം അഴുക്കായിരിക്കുന്നത് പോലെയും നിങ്ങൾ എന്ത് ചെയ്യണ്ട, മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ട് ചെയ്യണ്ട. യഥാർത്ഥമായി നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഒരു ഉപ്പ് എങ്ങനെയാണ്, അതിന്റെ ചെറിയൊരു കണിക അതിൽ നിന്നെടുത്താലും അതിലെന്തുണ്ട്, ആ ഉപ്പിന്റെ യഥാർത്ഥമായ രുചിയുള്ളതുപോലെ, അതിന്റെ പൂർണ്ണമായ സാരാംശമുള്ളതുപോലെ ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണമായ ഒരു മനുഷ്യനാകുന്നുവെങ്കിൽ നിങ്ങളുടെ ചെറിയ പ്രവൃത്തികൾ പോലും കാമ്പുള്ളതായി മാറും ക്രിസ്തുവിനെ പോലെ. അതുകൊണ്ട് എന്തായി മാറണ്ട, നിങ്ങൾ ആക്ട് ചെയ്യണ്ട. നിങ്ങൾ എന്താ, സ്വയമേ നിങ്ങൾ, നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട്, മുല്ലപ്പൂവും പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ട് ആ സൗരഭ്യമെന്ന്. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി പിൻപറ്റിയാൽ അതേ ശോഭ, അതേ സ്വഭാവം, അതിന്റെ മാതൃകകൾ നമ്മിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ ഭാഗം, അന്നേരം രണ്ടാമത്തെ അപ്പോസ്തലൻ പറയുകയാണ്, പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെടുന്നതെന്ന്. അതിനുള്ള കാരണം യാക്കോബ് അപ്പോസ്തലൻ നോക്കിയപ്പം സഭകൾക്കുള്ളിൽ എന്തില്ല, പ്രവൃത്തിയില്ല. പലരും മ്ലേച്ഛമായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പറഞ്ഞേ, ന്യായപ്രമാണം ഉണ്ടായിരിക്കെ നിങ്ങൾ ന്യായപ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. എന്നാൽ ജാതികൾ ന്യായപ്രമാണമില്ലാതിരിക്കെ അവരുടെ ഹൃദയത്തിൽ ന്യായപ്രമാണം ഉള്ളതുപോലെ പ്രവർത്തിക്കുന്നു. അത്രയും മോശമായി സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയാ, പ്രവൃത്തി എവിടെ വേണം? നമ്മുടെ ഉള്ളിൽ വേണം. അത് എങ്ങനെ ഉണ്ടാക്കുന്നതല്ല, മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. ക്രിസ്തു നമ്മളിൽ യഥാർത്ഥമായി വരണം. പൗലോസ് അപ്പോസ്തലന്റെ മനസ്സിലേക്ക് ദമസ്കോസിന്റെ പടിവാതികൾ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടതുപോലെ യഥാർത്ഥമായി ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ട് എവിടെ വരണം? നമ്മുടെ ഉള്ളിൽ വരണം. അപ്പോൾ ഉപ്പ് കാരമുള്ളതായി മാറും, നമ്മുടെ പ്രവൃത്തി ക്രിസ്തു മൂലം രുചിയുള്ളതായി മാറും. ഇതാണ് കാലഘട്ടത്തിൽ ഇതിന് പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. ഏറ്റവും ലളിതമാണ്, ചെയ്യാൻ വളരെ പ്രയാസമാണ്. കാര്യം എന്തുകൊണ്ടാണെന്നറിയോ? ശത്രുക്കളെ സ്നേഹിക്കണം, നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കണം, പിന്നെന്തൊക്കെയാണ് അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ വിശക്കുന്നവനെ താങ്ങണം, ഇല്ലായ്മക്കാരനെ എല്ലാം ചെയ്യണം. പിന്നെന്ത് ചെയ്യണമെന്നറിയോ? എല്ലാവരോടും സ്നേഹത്തിൽ അനുവർത്തിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ എല്ലാ കൽപ്പനകളും പറയുന്നതാണ്.
ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രയാസമുള്ള കാര്യമായിട്ടും തോന്നുന്നു, വളരെ ലളിതവുമാണ്. പക്ഷേ ക്രിസ്തുവിനെ പിൻപറ്റുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കന്മാരെ, പ്രായമുള്ളവരെ, ഞാൻ സ്നേഹിക്കുന്ന സഭാംഗങ്ങളെ, നിങ്ങളോട് പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് യഥാർത്ഥമായി കണ്ടുമുട്ടിയതുപോലെ ക്രിസ്തുവിനെ നാം കണ്ടുമുട്ടിയിട്ട് എങ്ങനെ ഉപ്പ് കാരമുള്ളതായി അതിൻ്റെ രുചിയെ പുറപ്പെടുവിക്കുന്നുവോ അതുപോലെ ക്രിസ്തു നമ്മളിൽ ഉള്ളിൽ വന്നിട്ട് നാം പ്രവൃത്തി എന്ത് ചെയ്യല്ല, ശ്രമിച്ച് പ്രവർത്തിക്കുകയല്ല, ക്രിസ്തുവിൻ്റെ പ്രവൃത്തി നമ്മളിൽ നിന്ന് പുറത്തു വരണം. അതിനെന്താ വേണ്ടെന്നറിയാം? പൂർണ്ണമായൊരു സമർപ്പണവും വേണം. ഇതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകളല്ല ഇത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തിരുവായും ഒഴിഞ്ഞ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനതയോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയിൽ വന്ന് നേരിട്ട് നമുക്ക് തന്ന കൽപ്പനകളാണ് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം. വളരെ പ്രാധാന്യത്തോടെ എല്ലാവരും വായിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ ഭാവങ്ങൾ, പ്രവർത്തികൾ, കർത്താവിൻ്റെ എല്ലാ സാരാംശങ്ങളും പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ നമ്മുടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പുതുവത്സരാംശംസകൾ. നന്മയുള്ള ലോകത്ത് ക്രിസ്തുവിൻ്റെ പ്രവർത്തികളെ കാണിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ലോകത്തെമ്പാടും കർത്താവ് പറഞ്ഞ കൽപ്പന അനുസരിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യന്മാരാക്കിക്കൊണ്ട് ഏറ്റവും സമ്പുഷ്ടമായ അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നമുക്ക് തന്ന അന്ത്യകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവെങ്കിൽ ഒരുമിച്ച് കാണാവുന്ന പ്രത്യാശയോടെ ഞാൻ വാക്കുപസംഹരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, താങ്ക് യു. മനോഹരമായ സ്പീച്ച് നടത്തിയ ബ്രദർ ജോസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി മനോഹരമായ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുന്നതിന് CA മെമ്പേഴ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. യാക്കോബ് 2:14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം എന്ന മനോഹരമായ ഒരു സ്കിറ്റ് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു CA മെമ്പേഴ്സ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. ഹലോ അച്ചായ. അച്ചായ, കുഞ്ഞിനെ തീരെ വയ്യ. ഇന്ന് എടുക്കേണ്ട ഇഞ്ചക്ഷൻ്റെ മരുന്നും കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? അച്ചായ, ഇന്നാണെങ്കിൽ ആ കുടുംബശ്രീയിലെ ശാരദ ആൻറ്റി വന്നായിരുന്നു. പലിശയ്ക്ക് നമ്മളെടുത്തില്ലേ പൈസ, അതിൽ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഒരു കാര്യം ചെയ്താലോ അച്ചായ, നമുക്ക് നമ്മുടെ പാസ്റ്ററോട് കുറച്ച് പൈസ നമുക്ക് ചോദിച്ചാലോ? എൻ്റെ കർത്താവ്, എന്തെങ്കിലും ഒരു വഴി തുറന്നു തന്നായിരുന്നെങ്കിൽ. ഹലോ. അച്ചായ, ആരോ വരുന്നതായിട്ട് കേട്ടോ. ഞാൻ വിളിക്കാം, അച്ചായനെ വിളിക്കാവേ. ഓക്കെ അച്ഛാ. ഒരു പൊടി പാല് പോലും ഇവിടെ ഇല്ല. ആരാ വരുന്നതെന്ന് അറിഞ്ഞില്ലല്ലോ. പ്രൈസിലോടാ മാമേ. പ്രൈസിലോടാ അച്ഛനാരാ. വായിരിക്കും. കുഞ്ഞിന് മോളെന്തേ? ക്ലാസ് കഴിഞ്ഞ് ഇതുവഴി വരാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഇരിക്കേ. ഇത് കൂടിയ ആപ്പിളും കൂടിയ മുന്തിരിയോ കുഞ്ഞിന് കൊടുക്കണം കേട്ടോ. പിന്നെ എങ്ങനെയുണ്ട് മോൻ? എങ്ങനെയുണ്ട് ഇപ്പം? ഒന്നും പറയണ്ട അച്ചായ, അവൾക്ക് തീരെ വയ്യ. മോനാണെങ്കിൽ ആകെ ഇതായിട്ട് നിൽക്കുക. അവനാണെങ്കിൽ വ്യാഴാഴ്ച ഓപ്പറേഷനാണ്. ഒന്നും ആയിട്ടില്ല അച്ചായ. എന്ത് പറയാനാ? ആരടുത്ത് ചെന്ന് ചോദിച്ചാലും എല്ലാവർക്കും കടം തരാനൊരു മടിയാ. പിന്നെ എത്രത്തോളം കർത്താവ് നടത്തിയില്ലേ, ഇനിയും നടത്തും. എനിക്ക് ആ വിശ്വാസമുണ്ട്. എനിക്ക് ഞാൻ കാപ്പി ഇട്ടിട്ട് വരാം. നിങ്ങളൊന്ന് ഇവിടെ ഇരിക്കണേ. അവനെ ഞാനല്ല സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ബ്രദറെ. അവനെ ഞാനല്ല സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത്. അവന് വാക്യങ്ങളൊക്കെ അറിയാം. ദൈവം അവനെ പിടിപ്പിക്കുന്നേ. എന്താ ബ്രദറെ? ബ്രദർ എന്ത് പറയുന്നത്? ചുമ്മാതിരിക്കുക. ഞാൻ ആ കാശും തരത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കൺവെൻഷനും മതിൽ കെട്ടാനും ഒക്കെ വെച്ചിരിക്കുന്ന പൈസയാ. അതൊന്നും ഞാൻ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ എങ്ങനെ സഹായിക്കാനാ? ആ റീത്ത വന്നെല്ലാം തൂത്ത് വാരി കൊണ്ടുപോയി. ഞാനാണെങ്കിലേ കുറച്ച് കാശ് ഉണക്കാനിട്ടായിരുന്നു. ആ കാശ് ഉണക്കാനായിട്ട് റീത്ത വന്ന് ചുള്ളിക്കാറ്റ് അടിച്ചവൻ കൊണ്ടുപോയില്ല. പിന്നെ പോരാത്ത നാട്ടുകാരുടെ പിരിവും കല്യാണം. പിന്നെ സെറ്റ മുതൽ താഴോട്ട് ഇങ്ങോട്ട് എന്നോടാ. ഞാൻ നിങ്ങളെ വിചാരിച്ചു എന്റെ കാശ് പൂത്ത കാശിരിക്കുന്നു. വയനാട്ടിൽ ദൂരം വന്നപ്പോഴും ഇതുപോലെയായിരുന്നു. കുറെ പേര് എന്നെ ശല്യം ചെയ്യുമായിരുന്നു. ഞാൻ എവിടെ നിന്ന് കൊടുക്കാനുള്ള കാശ്? ഈ കണക്കിന് പോയ അമേരിക്ക ട്രംപ് വന്നാലും ട്രംപ് ചെയ്തതിന് ഞാൻ കാശ് കൊടുക്കേണ്ടി വരുമല്ലോ.
എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്കേ കുഞ്ഞിന് വേണ്ടി സൗഖ്യം വരാൻ വേണ്ടി 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെക്കാം. പാസ്വേഡ് അങ്ങ് പറയാം. ഞാൻ 3 ദിവസം അങ്ങ് ഈ വചനമൊക്കെ എനിക്കറിയാം, നന്നായിട്ട് അറിയാം. എന്തിനാ എന്നെ പഠിപ്പിക്കാൻ വരുന്നത്? എനിക്ക് നന്നായിട്ട് അറിയാം. ബ്രദർ എന്നെ പഠിപ്പിക്കാൻ ഹലോ, ഇവരുടെ ഈ അവസ്ഥ ഉണ്ട് വെച്ചായ നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ട വെച്ചായ നമുക്ക് ആ കാശ് അതെ ഫീസാണ് ചായ വലുത്. കുഞ്ഞിന് വയ്യാതിരിക്കുമ്പോൾ നമുക്ക് അവരൊക്കെ നമ്മളല്ലേ കൈത്താങ്ങ് ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് ഇനി വിശക്കുന്നവർക്ക് ആഹാരം ഇല്ലാതെ നമ്മുടെ പ്രവൃത്തി ഇല്ലാതെയാണ് പറയേണ്ടത്. ശരി ചായ, ശരി ബ്രദറെ. എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാ. നല്ല മഴ പെയ്യുന്നുണ്ട്, കുട എടുത്തിട്ട് ഞാൻ അങ്ങ് പോവാ. ശരി അച്ഛാ, എന്താ മോള് വരുന്നേ? ആ മോളെ എങ്ങനെയുണ്ട് മോളെ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സ്കോളർഷിപ്പിന് പൈസയുടെ കാര്യം എന്തെങ്കിലും ചോദിച്ചോ? എന്റെ ദൈവമേ, എന്റെ ചെറിയ പ്രവർത്തിക്ക് അങ്ങ് എന്ത് വലിയ പ്രതികാരമാണ് തന്നത്. വെറ്റി ഇത്ര എന്നാലും ഇത്രയായി, ബാക്കിയുള്ള പൈസ നമ്മൾ എവിടെ ഒപ്പിക്കും? ഇതുവരെ ദൈവം കരുതിയില്ലേ, പിന്നെ ദൈവം നടത്തി വെച്ചാൽ. ബാക്കി എത്ര പൈസയാണെങ്കിലും ഞാൻ തരാം കേട്ടോ. കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക കേട്ടോ. ബ്രദറെ, നിങ്ങളുടെ സഹോദരങ്ങൾ എൻ്റെ കണ്ണു തുറപ്പിച്ചു. ഒരു വിശ്വാസം എങ്ങനെയായിരിക്കണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് എനിക്ക് മനസ്സിലായി. താങ്ക് യു കേട്ടോ. പ്രസംഗമല്ല, പ്രവൃത്തിയാണ് വലുത്. ഒരു വിശ്വാസി തൻ്റെ പ്രവൃത്തിയിലൂടെ കർത്താവിലുള്ള വിശ്വാസത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. വിശ്വാസവും പ്രവൃത്തിയും എന്താണെന്ന് വചനാടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. എന്താണ് വിശ്വാസം? യാക്കോബ് 2:17-22 ഇപ്രകാരം പറയുന്നു: അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. യാക്കോബ് 2:22 പറയുന്നു: അവന്റെ പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. പ്രവൃത്തി എന്നതോ യാക്കോബ് 2:26 ഇപ്രകാരം പറയുന്നു: ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. ഒരു നാണയത്തിന് 2 വശങ്ങൾ ഉള്ളതുപോലെ, അല്ലെങ്കിൽ ഒരു പക്ഷിക്ക് 2 ചിറകുകൾ ഉള്ളതുപോലെ, ഒരു ദൈവ പൈതലിന് അത്യന്താപേക്ഷിതമായി വേണ്ട 2 ഘടകങ്ങളാണ് പ്രവൃത്തിയും വിശ്വാസവും. CA മെമ്പേഴ്സായ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വിശ്വാസത്തോടു കൂടെ ചേർന്ന് പ്രവൃത്തിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.